It's hard to manage it. അവനവന്റെ എനർജി മാനേജ് ചെയ്യാൻ നമുക്ക് വലിയ പാടായിട്ടാണ്. ഇറ്റ്സ് നോട്ട് സിമ്പിൾ. ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഫസ്റ്റ് ഡെവലപ്പ് പേഴ്സണാലിറ്റി ഏറ്റവും വലിയ ചേഞ്ചിനെ കുറിച്ച് പറയുന്നത് എനർജി മാനേജ്മെന്റ് ഏറ്റവും ഇതിലേക്ക് എടുത്തിട്ടുള്ള എനർജി മാനേജ്മെന്റ് എനർജി ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എനർജി ഇൻഫ്ലുവൻസസ് ഒരാളുടെ ഇന്റേണൽ ആയിട്ടുള്ള എനർജി ഇൻഫ്ലുവൻസസ് എക്സ്റ്റേണൽ ആയിട്ടുള്ള എനർജി ഇൻഫ്ലുവൻസസ് ആയി ഒന്നും ഇല്ലാതില്ല കാലാവസ്ഥ നിലവിലുണ്ടാവില്ല ഉഷാറില്ല കാലാവസ്ഥ നിലനിൽക്കാൻ sometimes it is purely based on nature പ്രകൃതി പ്രകൃതിക്ക് ഒറ്റം പറഞ്ഞല്ല അതിന് ബീൻസ് ഇല്ല കാരണം അതുപോലെ തന്നെ ഓക്സിജൻ്റെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് കുറവ് അന്തരീക്ഷത്തിലുള്ള ഓവറോൾ ആയിട്ട് പല പല അന്തരീക്ഷത്തിലെ ചേർക്കുന്ന ഇലക്ട്രോണുകൾ വാതകങ്ങളുടെ വേരിയേഷൻസ് ഉണ്ട് അതായത് വെയിറ്റ് കൂടുതൽ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമ്മളുമായിട്ട് ഏറ്റവും അധികം അയച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മാത്രമേ ഇത് പലപ്പോഴും മോഡലുകളുണ്ട് ചില വാല്യൂസ് ഉണ്ട് ചില പ്രായപരിധികൾ ടോക്സിക് വാല്യൂസ് ഉണ്ട് ചില വിഷമാക്കുവാനുള്ള ഇങ്ങനെയുള്ള ചില ചില ഇത് കാരണം അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് നമുക്ക് നമുക്ക് ഭയങ്കര വിലയിരുത്തുന്നത് നമ്മുടെ എനർജി ഡൗൺ ചെയ്യും ഭക്ഷണം കഴിക്കാതിരിക്കണമെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും സ്ഥിതിക്കുന്ന അവസരം കാര്യങ്ങളൊന്നും നടക്കുന്നത് എക്സസൈസ് കൊണ്ട് സമയത്തെ ദിവസം കാണിച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരിച്ചിട്ടുണ്ട് സ്വന്തം ഉഷാറാവും പക്ഷെ എല്ലാം ഉണ്ടാവും ഇങ്ങനെയാണ് ചില കാര്യങ്ങൾ ഒരു എക്സ്ട്രാ എനർജി നമ്മളെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് ഒബ്സർവ് ചെയ്യുന്നത് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കും. അപ്പൊ ഈ ഒരു ഒബ്സർവേഷൻ ഇതുപോലെ തന്നെ നമ്മളെ ഇന്റേണലി അനുസരിച്ച് ഒരു ചെറിയൊരു എക്സ്റ്റേണൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതായത് സംസാരം എക്സ്റ്റേണൽ എനർജി എക്സ്റ്റേണലി നമ്മൾ എനർജി ഇൻഫ്ലുവൻസ് ചെയ്യാൻ എനർജി വേരിയേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. പ്രശ്നം എനിക്ക് ഈ കൂടുതൽ കുറക്കലും അതിന് സ്റ്റേബിളായിട്ട് നിലനിർത്തുന്നതാണ് സ്റ്റേബിളായിട്ട് നിലനിർത്തുന്നതിന്റെ ആവശ്യമില്ല അത് ചെയ്യുന്നതാണ് മാനേജ്മെന്റ്. അപ്പൊ ഈ എനർജി മാനേജ്മെന്റ് ഇന്റേണലി വരുമ്പോൾ ഉണ്ട് എക്സസൈസ് അതേപോലെ ഉറക്കം അങ്ങനെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ഇങ്ങനത്തെ നാല് കാര്യങ്ങൾ വളരെ കൃത്യമായി നിങ്ങൾക്ക് എനർജിനെ ബാധിക്കും. പിന്നെ മനുഷ്യന്റെ റിക്രിയേഷനിൽ ആവശ്യമില്ല ഇഷ്ടമില്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. റിക്രിയേഷനിൽ ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ സ്പോർട്സ് ആക്ടിവിറ്റികളാണ് ആർട്സ് ആക്ടിവിറ്റികളാണ് കുറച്ച് ആളുകൾ സംസാരിച്ചിരിക്കുന്നതായിരിക്കും കുറച്ചെങ്കിലും ഓഡിഷൻ എന്തെങ്കിലും കേരളത്തിൽ സിനിമയായിരിക്കും കുറച്ച് കാണാനായിരിക്കും എന്തോ ആണ് ഈ ഇത്തരത്തിലുള്ള ഏത് കാര്യങ്ങളും ഇത്തരത്തിലുള്ള ഏത് കാര്യങ്ങളും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ എനർജി രീതിയിലാണ്. ഒരു ഡ്രൈവ് പോകാറുണ്ട് ചിലപ്പോൾ വണ്ടി വെക്കണം നമുക്ക് ട്രാവൽ എടുക്കുന്നത് ചിലപ്പോൾ ട്രെയിനിൽ കയറിട്ട് പോകും ചിലപ്പോൾ കോഫി എടുക്കണം ഒക്കെ കോഫി കുടിക്കണം കോഫി മണിക്കൂറിൽ കുടിക്കുന്നുണ്ട് കോഫിയുടെ ആവശ്യമില്ല ശരിക്കും. ബട്ട് സ്റ്റിൽ ദേ ആർ റണ്ണിങ് ഫോർ ദീസ് സ്മോൾ തിങ്സ് എല്ലാം നല്ല യാത്ര വേണ്ടി നമുക്ക് കൈക്ക് വേണ്ടി യാത്ര അല്ലെങ്കിൽ നന്നായിട്ട് നോക്കുന്നത് ഒക്കെ എനർജി ക്രിയേഷൻ നമ്മുടെ ബോഡി റിപ്പയർ ചെയ്യുന്നത് ഒരുപാട് റിക്രിയേഷണൽ ആക്ടിവിറ്റി. സോ ഇത്തരത്തിലുള്ള റിക്രിയേഷണൽ ആക്ടിവിറ്റികൾ ചില കുക്കിംഗ് ഇഷ്ടപ്പെടുന്നു ഡൈനിങ് ഇഷ്ടപ്പെടുന്നു സംസാരിക്കുന്ന ഇഷ്ടപ്പെടുന്നു ഹോബിയും ഉണ്ടാവും ചില ഹോബീസ് ഉണ്ട്. ഈ ഹോബി വളരെ ഹെൽത്തി ഇഷ്ടപ്പെടുന്നു പുല്ലും ചെടിയും പച്ചക്കറി തോട്ടങ്ങൾ വീട് വൃത്തിയാക്കുന്നത് ഇന്ത്യയിൽ ഡിസൈൻ ചെയ്യുന്നത് ഇന്ത്യയുടെ കൃഷി ചെയ്യുന്നത് റീഅറേഞ്ച് ചെയ്യുന്നത് ഇതൊക്കെ ആളുകൾക്ക് ഇഷ്ടം. ഈ ഇഷ്ടമുള്ള ആളുകൾക്ക് പലരും അത് ചെയ്തുകൊണ്ട് ഇതിനകത്ത് ബോഡി എന്താണ് ഹോർമോൺസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ആവശ്യമാണ്. ഇത്തരം ഓക്സിഡേഷൻ ഉൾപ്പെടെയാണ് സെറട്ടോണിൻ ഉൾപ്പെടെയാണ് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ ശരീരം ക്ഷണിക്കാതിരുന്നെങ്കിൽ നമ്മൾ വീണ്ടും താമസിക്കണം. എനർജി മാനേജ്മെന്റ് നമ്മളുടെ ശരീരത്തിനെ മോശപ്പെട്ട സംസാരങ്ങൾക്കും നമ്മുടെ കളിഫോമറിന്റെ അദ്ദേഹം സംസാരിക്കുന്നത് അത്ര മനോഹരമല്ലാത്ത സംസാരം അദ്ദേഹത്തെ എനർജി ബാധിക്കുന്ന സംസാരങ്ങൾ അത്തരത്തിൽ അദ്ദേഹത്തിന് ദേഷ്യപ്പെടുമെന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് ഫിസിക്കൽ എനർജി ഡാമേജ് നൽകുക. അത് എന്ത് കാരണമാണ് എന്നുള്ളതിനെ കുറിച്ച് നല്ല ഡിസ്കസ്
ആ ഡിസ്കഷനിൽ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നതുമല്ല നമ്മൾ നല്ലത്. ഇറങ്ങി ആ ഡിസിഷൻ വരാതിരിക്കാൻ വേണ്ടി ഇറങ്ങി നമുക്ക് ആ ഇറങ്ങി കൊണ്ട് നടന്നു കുറച്ച് കുറച്ച് ലോnger കാണിക്കാതെ. സോ അവർ അത്തരത്തിലുള്ള അറ്റ്മോസ്ഫിയർ അവോയ്ഡ് ചെയ്യുന്നതും ഒരു എനർജി മാനേജ്മെന്റ് കപ്പാസിറ്റി. എനർജി മാനേജ് ശരിയാണെന്നുള്ള ചില ആളുകൾ നമുക്ക് ഞാൻ പറയാൻ പറ്റുന്നുണ്ട്, എനർജി മാനേജ് ചെയ്യാൻ പറ്റില്ല. ചില ആളുകൾക്ക് നമുക്ക് യെസ് പറയാൻ പറ്റുന്നില്ല, എനർജി മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യെസ് പറയുന്നത് നോ പറയുന്നതൊക്കെ എനർജി മാനേജ്മെന്റ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യും, ഇതിനനുസൃതമായിട്ട് ചേഞ്ചസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഏരിയകളാണ്. കാരണം നമുക്ക് വാട്സാപ്പിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, മറ്റേ ജീവിതത്തിൽ ഒരുപാട് ആളുകളുണ്ട്, കുടുംബത്തിൽ പല ആളുകളെ നമുക്ക് ഇതായിട്ട് കാണുന്നുണ്ട്, ഇത്ര ആളുകളെ കസ്റ്റമേഴ്സിന് പരിചയപ്പെടുന്നുണ്ട്, പല ആളുകളും പല രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കും. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ പോകരുത്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എനർജി മാനേജ് ചെയ്യണം. ആവശ്യമില്ലെങ്കിൽ എനർജി കുറക്കും, ആവശ്യം ഉള്ളതാണെങ്കിൽ എനർജി കൂട്ടും. അപ്പൊ ഏതാണ് അതിനനുസൃതമായിട്ടുള്ള ഒരു പ്ലാനാണ് നമുക്ക് എനർജി മാനേജ്മെന്റ് പഠിക്കാനും കേൾക്കാനും ഒക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്. സോ അത്തരത്തിൽ എനർജി മാനേജ്മെന്റുകൾ ചെയ്യുന്നു. ആരും ഇപ്പോൾ അരിയും നമ്മൾ അറിവിനാണ് സംസാരിക്കാൻ എനർജി എന്ത് ചെയ്യാൻ പറ്റും, ബാലൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോ പറയുന്നതിനും തിരിച്ചു പറഞ്ഞേ പറ്റുമോ എന്നതും ഭാഷയും പരിഭാഷയും ഇതിനൊക്കെ എനർജി എടുക്കുന്നത് നമുക്ക് അവിടെ പറയുന്നതൊക്കെ അറിയാം. അത് നമ്മൾ കൺവിൻസ് തന്നെ തിരിച്ചു പറയാൻ പറ്റുന്നത് പറയേണ്ടതില്ല, പറയുന്നത് ചിലപ്പോൾ പറയപ്പെടുന്നത്. അപ്പോൾ പലപ്പോഴും അത്തരത്തിലുള്ള ചില നിലങ്ങളും നമ്മൾ എനർജി മാനേജ് ചെയ്യാൻ. സോ ട്രൈ ടു മാനേജ് ദ എനർജി ബെറ്റർ. എനർജി അവരെ ബെറ്ററായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.